പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പരിശുദ്ധമായ ഭൂമിയിൽ വീണ്ടും ഒരിക്കൽ കൂടി സാക്ഷ്യം പറയുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ച പരിശുദ്ധമ്മയ്ക്കും അവിടുത്തെ തിരുക്കുമാരനും 1000 നന്ദി. ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ ഇതേക്കുറിച്ച് കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞത് ഇവിടുത്തെ ഒരു പത്രം, കോട്ടയത്തെ ഒരു സ്കാനിങ് സെൻറ്ററിൽ നിന്ന് ലഭിച്ച പത്രത്തിലൂടെയാണ്. എൻ്റെ പേര് രാജേഷ് ജോസഫ്. ഞങ്ങൾ വരുന്നത് കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തിയിൽ ആയാങ്കുടി എന്ന സ്ഥലത്താണ്. ഇതെൻ്റെ ഭാര്യ സിന്ധു ജെയിംസ്, അത് അനുജത്തി സിനി ജെയിംസ്. 2019 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. അതിനുശേഷം എൻ്റെ ഉടമ്പടി കാലാവധി പൂർത്തിയായതിനു ശേഷം എനിക്കത് തുടരാൻ സാധിച്ചില്ല. 2020 എൻ്റെ ഭാര്യ വീണ്ടും ഉടമ്പടി എടുത്തു. 2024 ഞാൻ എൻ്റെ ജോലി സ്ഥലത്ത് നിന്നും നാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് കുറച്ച് ദിവസം മുമ്പ് എൻ്റെ കാലിൽ ഒരു നീര് വരികയും റെഡ്നെസ് ഉണ്ടാവുകയും ചെയ്തു. അതിന് പ്രകാരം ഞാനിവിടെ നാട്ടിൽ വന്നു. അത് സ്കിന്നിൻ്റെ പ്രശ്നമാണെന്ന് കരുതി ഞാനൊരു സ്കിൻ ഡോക്ടറെ കണ്ടു. ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ ഒരാഴ്ചത്തെ മരുന്ന് കഴിച്ച് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. റെസ്റ്റ് എടുത്തതിന് ശേഷം ഞങ്ങളൊരു ഉടമ്പടി ധ്യാനം കൂടുമ്പോൾ ഞങ്ങൾക്ക് തോന്നി ഒരു ഫിസിഷ്യനെ കാണണമെന്ന്. ഫിസിഷ്യനെ കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു കുറേ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യാൻ പറഞ്ഞു. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ അകത്ത് ബ്ലഡിൻ്റെ അംശം കൂടുതലായിരുന്നു. അതിനുശേഷം അദ്ദേഹം ഒരാഴ്ചത്തെ മരുന്ന് കഴിക്കാൻ പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം ഒരു നെഫ്രോളജിസ്റ്റിനെ കാണാൻ പറഞ്ഞു എത്രയും പെട്ടെന്ന്. നെഫ്രോളജിസ്റ്റ് അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം കുറച്ച് ടെസ്റ്റുകൾ പറഞ്ഞു. ആ ടെസ്റ്റെല്ലാം ചെയ്തപ്പോൾ എൻ്റെ ഷുഗറിൻ്റെ ലെവൽ ഞാൻ ഭക്ഷണത്തിന് മുമ്പ് 366 ഭക്ഷണം കഴിച്ചതിന് ശേഷം 577 അതുപോലെ തന്നെ എൻ്റെ യൂറിനിൽ ബ്ലഡിൻ്റെ അംശം കൂടുതലായിരുന്നു. അദ്ദേഹം എന്നോട് ആദ്യം പറഞ്ഞത് ഇത് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് കിഡ്നി ഡിസീസ് എന്നാണ്. അത് കേട്ടപ്പോൾ ഞാനങ്ങ് തകർന്നു പോയി. അത് കാരണം അപ്പോൾ നിരാശയായി ഒത്തിരി, എനിക്ക് ഒന്ന് ചിരിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥ. ആ അവസ്ഥയിലാണ് അദ്ദേഹം എത്രയും പെട്ടെന്ന് ഒരു എൻഡോക്രിനോളജിസ്റ്റിനെ കാണണം നിങ്ങൾ. അപ്പം അദ്ദേഹം പറഞ്ഞതനുസരിച്ച് അതിനു മുമ്പ് എൻഡോക്രിനോളജിസ്റ്റിനെ ഞങ്ങൾ കാണാൻ പോകുന്നൊരു ബുധനാഴ്ചയാണ്. അതിനു മുമ്പ് ഞങ്ങൾ ഇവിടെ വന്ന് അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങി. ആ ബ്ലഡ് ടെസ്റ്റ് റിപ്പോർട്ടിലെല്ലാം അച്ഛൻ ബ്ലെസ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനം കൂടി. ബുധനാഴ്ച ഞങ്ങൾ കാരിത്താസ് ഹോസ്പിറ്റലിൽ എൻഡോക്രിനോളജിസ്റ്റിനെ കാണാൻ പോയി. അദ്ദേഹം വളരെ കൂളായിട്ട് പറഞ്ഞു 5th സെഞ്ച്വറി അടിച്ചെന്നോ. അദ്ദേഹം പറഞ്ഞു 500-ന് മുകളിലാണ് നിങ്ങളുടെ ഷുഗർ ടെസ്റ്റ്. എന്നാലും അദ്ദേഹം പറഞ്ഞു ഇതൊന്നും ഒരു കുഴപ്പമില്ല, സാരമില്ല, പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരാഴ്ചത്തെ മരുന്ന് തന്നു. ആ മരുന്ന് കഴിച്ച ശേഷം വീണ്ടും ടെസ്റ്റ് ചെയ്തിട്ട് ചെല്ലാൻ പറഞ്ഞു. വീണ്ടും ടെസ്റ്റ് ചെയ്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ഇതിൻ്റെ ഷുഗർ ലെവലെല്ലാം നോർമലായിരുന്നു. അതിനുശേഷം ഞങ്ങൾ വീണ്ടും കാരിത്താസിൽ തന്നെ ഒരു നെഫ്രോളജിസ്റ്റിനെ കണ്ടു. നെഫ്രോളജിസ്റ്റ് പറഞ്ഞു എനിക്ക് ഇതിൽ ഒരു പ്രശ്നവും കാണാൻ സാധിക്കുന്നില്ല. അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനെയൊരു സംശയം ഉള്ളതുകൊണ്ട് നിങ്ങളൊരു 24 hours യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ 24 hours കളക്ട് ചെയ്ത യൂറിൻ ടെസ്റ്റ് അവിടെ തന്നെ ടെസ്റ്റ് ചെയ്യിച്ചു. അതിനുശേഷം ഞങ്ങൾ റിപ്പോർട്ട് കാണിക്കാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി. അദ്ദേഹം പറഞ്ഞു ഞാനിതിലൊരു കുഴപ്പവും കാണുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് എനിക്ക് ഒരു ചിരിക്കാൻ പോലും സാധിച്ചത്. കാരണം ഞാനാകെ അങ്ങോട്ട് ഇത് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഡിസീസ് എന്ന് കാരണം ഞാൻ നല്ലതുപോലെ വെള്ളം കുടിക്കുന്ന ആളാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെയൊരു സംഭവം ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തുമില്ല. അപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചത് തന്നെ നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഞാൻ ഭയങ്കര നിരാശനായിപ്പോയി. ഡോക്ടർ പറഞ്ഞത് ഇത് തുടക്കമാണ്, ഇത് നിങ്ങൾക്ക് ആകെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും നിങ്ങൾ സീരിയസ് ആയിട്ട് എടുത്തില്ലെങ്കിൽ. അപ്പോൾ അവിടുത്തെ കാരിത്താസിൽ ഡോക്ടർ പറഞ്ഞു ഇത് നോർമലാണ്, ഒന്നും പേടിക്കാനില്ല. ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും അവിടുത്തെ തിരുക്കുമാരനും 1000 നന്ദി. അതിനുശേഷം ഞാൻ ഉടമ്പടിയിൽ വയ്ക്കാത്തൊരു എനിക്കൊരു രോഗസൗഖ്യം കിട്ടിയത്. എൻ്റെ ഇടത് ചെസ്റ്റിൻ്റെ അവിടെ ഒരു ചെറിയ മുഴയുണ്ടായിരുന്നു. ഒരു ദിവസം രാത്രി ഉറങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ അറിയാതെ പിടിച്ചു നോക്കി അവിടെ ഭയങ്കര ഒരു വേദന. അപ്പോൾ വേദന വന്നു കഴിഞ്ഞപ്പോൾ ഞാനത് എൻ്റെ ഭാര്യയോടൊന്നും പറഞ്ഞില്ല. ഞാനത് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ തനിയെ ഇവിടെ വന്ന് ഞാനിവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോയി. അപ്പോൾ തിരിച്ചു പോയപ്പോൾ ഞാൻ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ എൻ്റെ ജോലി സ്ഥലത്തേക്ക് തിരിച്ചുപോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പം എനിക്ക് അവിടെ അങ്ങനെ ഒരു മുഴയേ ഇല്ല.
അപ്പോൾ അതിനും പരിശുദ്ധമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. കഴിഞ്ഞ 10 വർഷമായിട്ട് എനിക്ക് സ്വന്തമായിട്ട് ഭവനമില്ലായിരുന്നു. ഞാൻ ഇവിടെ വന്ന് ഞങ്ങൾ രണ്ടുപേരും ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഒരു സ്ഥലം വാങ്ങുവാനും പിന്നെ ഞങ്ങളുടെ ഭവനത്തിൻ്റെ 95% പണി പൂർത്തിയാക്കാനും ഞങ്ങൾക്ക് ലോണൊന്നും ഇല്ലാതെ തന്നെ പൂർത്തിയാക്കാൻ കഴിഞ്ഞു. പക്ഷേ അവസാനം ഞങ്ങൾക്ക് കുറച്ച് ലോൺ എടുക്കേണ്ടതായിട്ട് വന്നു സാമ്പത്തികമാണ്. ആ സാമ്പത്തികം ഉണ്ടായത് തന്നെ ഞങ്ങൾ ഉടമ്പടി എടുത്തതിന് ശേഷമാണ്. എനിക്ക് പുതിയ പ്രൊജക്റ്റുകൾ എൻ്റെ ജോലിയെ കൂടാതെ ഈ കൺസൾട്ടൻസീസ് സർവീസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതെനിക്ക് ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് കൂടുതൽ കൺസൾട്ടൻസി വർക്കുകൾ കിട്ടാൻ തുടങ്ങി. എനിക്ക് കൂടുതൽ സാമ്പത്തികമായ അനുഗ്രഹങ്ങൾ കിട്ടാൻ തുടങ്ങി. അതുമാത്രമല്ല ഞാൻ കാരിത്താസ് ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് എൻ്റെ മുടങ്ങിപ്പോയ ഉടമ്പടി ഞാൻ പുതുക്കി. അപ്പോൾ ഇതിനെല്ലാം എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക്, എൻ്റെ കുടുംബത്തിന് നൽകിയ അനുഗ്രഹങ്ങൾക്കെല്ലാം പരിശുദ്ധ അമ്മയ്ക്കും അവിടെ തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ ഭാര്യയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയും. എൻ്റെ പേര് സിന്ധു. ഞാൻ 2020 ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് ഞങ്ങളൊരു സാക്ഷ്യം പറഞ്ഞതാണ്. അതിനുശേഷം 2019 എൻ്റെ ജീവിത പങ്കാളി ഉടമ്പടി എടുത്തെങ്കിലും അത് പൂർത്തിയാക്കാൻ പറ്റിയില്ല. ഞാൻ പുതിയതെടുക്കുകയും ചെയ്തേ 2020. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഉടമ്പടി തന്നെയായിരുന്നു. 2024 എൻ്റെ ജീവിത പങ്കാളിക്ക് ഇങ്ങനൊരു അസുഖം അറിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായി. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞങ്ങൾക്ക് 3 കുട്ടികളാണ്. ഞങ്ങൾക്ക് സ്വന്തമായൊരു വീടില്ല, എനിക്കൊരു ജോലിയില്ല. ജീവിത പങ്കാളിയുടെ വരുമാന മാർഗം കൊണ്ടാണ് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. മാതാവേ, ഒരു തീരാരോഗ്യമാക്കലേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. എൻ്റെ ഞങ്ങളുടെ മൂന്നാമത്തെ കുഞ്ഞിന് 1 വയസ്സായിരുന്നു. ആ കുഞ്ഞിനെയും കൊണ്ടാണ് ഞാൻ അഖണ്ഡ ജപമാലയിൽ പങ്കെടുത്തത്. അതിന് ശേഷമാണ് ഞങ്ങൾ ആ ടെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് പോയത്. അപ്പോഴാണ് എല്ലാം നോർമലായി കിട്ടി. ഞങ്ങൾക്ക് പറയാനായിട്ട് അന്ന് സാധിച്ചില്ല. കാരണം ഞാൻ എൻ്റെ അനിയത്തിയുടെ ഒരു നിയോഗം കൂടെ വെച്ചായിരുന്നു. കൂടാതെ ഞങ്ങളുടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഒരുമിച്ച് പറയുന്ന കരുതിയാണ് താമസിച്ചു പോയത്. അതിന് പരിശുദ്ധത്തിന് ക്ഷമ ചോദിക്കുന്നു. കൂടാതെ ഞാൻ ആദ്യം ഉടമ്പടി എടുത്ത സമയത്ത് എനിക്ക് പോളിസിസ്റ്റിക് ഓവറിയുടെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എനിക്ക് ബ്ലീഡിങ് ആയിരുന്നു ആ സമയത്ത്. ഞാൻ ആ കാര്യം മറന്നുപോയി, നിയോഗത്തിൽ വെച്ച കാര്യം ഞാൻ മറന്നുപോയി. ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് ഞാൻ ഓർത്ത് എനിക്ക് അങ്ങനെ ഒരു അസുഖം ഉണ്ടായിരുന്നു. എനിക്ക് പീരിയഡ്സ് ഇടവിട്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം എല്ലാ മാസവും എനിക്ക് വരുമായിരുന്നു. ഇപ്പോഴത്തെ ലാസ്റ്റ് സ്കാനിങ്ങിലാണ് എനിക്ക് ഓവറിയിൽ അങ്ങനെ ഒരു സിസ്റ്റ് ഇല്ല. അത് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കൊടാനും കൂടി നന്ദി പറയുന്നു. കൂടാതെ ഞാൻ ഈ ഉടമ്പടിയിലായിരിക്കുമ്പോൾ മൂന്നാമത്തെ കുഞ്ഞ് ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഉണ്ടായത്. അതായത് ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങൾ വേണമെന്നുണ്ടായിരുന്നു. എനിക്ക് ഈ പോളിസിസ്റ്റിൻ്റെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ആദ്യത്തെ കുഞ്ഞുണ്ടായി 5 വർഷം കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ കുഞ്ഞുണ്ടായത്. അപ്പോൾ ഈ സ്ഥലമില്ലാത്തതിന് പേരിൽ ജോസഫച്ചനെ കണ്ടപ്പോൾ ഇവിടെ നിന്ന സമയത്ത് ഞാൻ അച്ഛനോട് ചാടി പറഞ്ഞു, അച്ഛാ ഞങ്ങൾക്കൊരു മൂന്നാമതൊരു കുഞ്ഞു വേണം. ആദ്യത്തെ കുഞ്ഞിങ്ങനെ താമസിച്ചാണ് ഉണ്ടായത്. അപ്പോൾ അച്ഛൻ ആ സമയത്ത് പ്രാർത്ഥിച്ചു. ഒരു ഡിസംബറിലാണ് പ്രാർത്ഥിച്ചത്. അപ്പോൾ ജനുവരിയിൽ ഞാൻ പ്രഗ്നൻ്റായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുഞ്ഞുണ്ടായതിന് ശേഷം എനിക്ക് അങ്ങനെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അങ്ങ് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. എനിക്ക് ബൈബിൾ വായിക്കാൻ പോലും എനിക്ക് സമയം കിട്ടുന്നില്ല. ഞാനെന്നാലും എൻ്റെ ജീവിത പങ്കാളി നാട്ടിൽ വരുന്ന സമയത്ത് ഞങ്ങൾ കുഞ്ഞിനെ കൊണ്ട് പോയി രോഗി സന്ദർശനത്തിന് പോവും, ഓൾഡ് ഏജ് ഹോമിൽ പോവും, അങ്ങനെ എല്ലാം ചെയ്തുകൊണ്ട് വരുന്നു. എന്നാലും എനിക്ക് ബുദ്ധിമുട്ടായി. അപ്പോൾ ഞാൻ ഓർത്ത് എൻ്റെ ഉടമ്പടി നിർത്തിയാൽ എനിക്ക് പറ്റുന്നില്ല. ഞാൻ അങ്ങനെ മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ ഇത് തീരുമാനിച്ച സമയത്ത് ഞാനൊരു ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കൂടുകയാണ്. അപ്പം അച്ഛൻ പറയുകയാണ്, നിങ്ങൾക്ക് 3-4 കുട്ടികളുണ്ടാകുമ്പോഴായിരിക്കും ദൈവം നിങ്ങളോട് ഉടമ്പടി എടുക്കാൻ പറയുന്നത്. നിങ്ങൾ പറയും, അയ്യോ സമയമില്ല, കുഞ്ഞുങ്ങളെ നോക്കണം. അപ്പം ദൈവത്തിന് എളുപ്പമായി, നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് തള്ളിക്കളയാൻ എളുപ്പമായി. അപ്പോൾ എനിക്ക് തോന്നി അത് എന്നോടാണ്. ഞാൻ ആ ഉടമ്പടി തന്നെ പുതുക്കിക്കൊണ്ട് പോയി. ആ സമയത്താണ് എൻ്റെ ജീവിത പങ്കാളിക്ക് ഇങ്ങനെ ഒരു രോഗാവസ്ഥ വരുന്നത്. ജീവിത പങ്കാളി ആകെ മൂഡ് ഓഫ് ആയി. ഞാൻ ഉടമ്പടി തന്നെ ഒന്നും ഞാൻ കരഞ്ഞില്ല. ആ സമയത്തൊന്നും ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കണ ഇദ്ദേഹം കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ മാതാവിൻ്റെ രൂപി മാത്രം ഞാൻ കരഞ്ഞിട്ടുള്ളൂ. എൻ്റെ ദൈവമേ, എൻ്റെ ജീവിത പങ്കാളി തീരെ രോഗിയാക്കല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് നിറകണ്ണുകളോടെയാണ് അഖണ്ഡ ജപമാലയിൽ പങ്കെടുത്തത്. അതിനുശേഷം എല്ലാം നോർമലായി. ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു. കൂടാതെ 3ാമത്തെ കുഞ്ഞുണ്ടായതിന് ശേഷം 2ാമത്തെ മാസം തൊട്ട് കുഞ്ഞിന് ഭയങ്കര ഡ്രൈ സ്കിന്നിൻ്റെ പ്രോബ്ലം ആയിരുന്നു. മുഖമൊക്കെ വെളുത്ത് ആകെപ്പാട് പ്രശ്നം. കൈത്തണ്ടയിലൊക്കെ വെള്ളം, വിരലുകൊണ്ട് നഖം കൊണ്ടാൽ തന്നെ വെള്ളം വരുമായിരുന്നു. അങ്ങനെ കുഞ്ഞിൻ്റെ മാമോദീസ കഴിഞ്ഞ് ഞങ്ങളിവിടെ കുഞ്ഞിനെ കാണിക്കാനായിട്ട് കൊണ്ടുവന്നു. ഞാൻ ആ മൈനൊറവിളക്കിൻ്റെ അവിടെ നിന്ന് ഒരു തുള്ളി തൈലെടുത്ത് കുഞ്ഞിൻ്റെ 2 കൈകളിലും പുരട്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷം ഉടമ്പടി നിയോഗം വെച്ചു. അതെല്ലാം മാറി കിട്ടിയപ്പോൾ ഒരു 99% മാറി. അതിന് പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. കൂടാതെ എൻ്റെ അനിയത്തിക്ക് 2ാമതൊരു കുഞ്ഞിനായിട്ട്
ഞാൻ നിയോഗം വെച്ചിരുന്നു. അത് അവളും പങ്കെടുത്തിരുന്നു അഖണ്ഡ ജപമാല റാലിയിൽ. 2024 ജപമാല റാലി പങ്കെടുത്തതിന് ശേഷം അവൾ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേനും അവൾക്ക് അത് പോസിറ്റീവായി. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ എല്ലാ മാസവും വരും. ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് വരും, കൂടെ അമ്മേനെയും കൂട്ടും. കുഞ്ഞിനെയും കൊണ്ട് വരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ അമ്മേനെയും കൊണ്ടാണ് വരുന്നത്. ഞങ്ങൾ എല്ലാ മാസവും വന്ന് പത്രം വാങ്ങും. കൂടാതെ എൻ്റെ ജീവിത പങ്കാളിക്ക് ഞാൻ ഡൽഹിക്ക് ഡൽഹിയിലാണ് വർക്ക് ചെയ്യണേ, ഡൽഹിക്ക് അയച്ചു കൊടുക്കും. അദ്ദേഹം അവിടെ എല്ലാം വിതരണം ചെയ്യും. കൂടാതെ ഞാൻ എല്ലാ മാസവും ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ പോകും. ഞങ്ങൾക്ക് ഉള്ളത് വെച്ച് ഞാൻ എല്ലാ മാസവും ഞാൻ വിതരണം ചെയ്യും. ഹോസ്പിറ്റലുകളിൽ പോയി ഭക്ഷണപ്പൊതി കൊണ്ട് കൊടുക്കും. എൻ്റെ മുമ്പിൽ കൈ നീട്ടുന്ന ഏതൊരു വ്യക്തിക്കും ഞാൻ എൻ്റെ കയ്യിലുള്ളത് ഞാൻ കൊടുക്കും. പിന്നെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ആരെങ്കിലും കാണുവാണെങ്കിൽ, വഴിയരിയിലൊക്കെ ഇരിക്കുന്നവരെ കാണുവാണെങ്കിൽ ഞാൻ ഒരു നേരത്തെ ആഹാരം അല്ലെങ്കിൽ പൈസ ഞാൻ കൊടുക്കും. പിന്നെ കൂടാതെ ഞാൻ പത്രം വാങ്ങിച്ച് ഞങ്ങൾ വീടുകളിൽ കൂടെ കയറി തന്നെയാണ് കൊടുക്കുന്നത്. പള്ളികളിൽ ഒരിക്കലും വിതരണം ചെയ്തിട്ടില്ല. വീടുകളിൽ കൂടെ തന്നെയാണ് കൊണ്ട് വിതരണം ചെയ്യുന്നത്. പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ ജീവിതത്തിൽ ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ ഈശോ തന്നിട്ട്, കൂടാതെ സാക്ഷ്യം പറയുന്ന നേർന്നതിൻ്റെ പേരിൽ അതിലും ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ സിസ്റ്ററോട് പറയാൻ വിട്ടുപോയി. ഒരു സാക്ഷ്യം ഞാൻ പറയാമോ? എൻ്റെ കുഞ്ഞിൻ്റെ തൊണ്ടയിൽ, രണ്ടാമത്തെ മോളുടെ തൊണ്ടയിൽ ഒരു മുള്ള് തറഞ്ഞു പോയി. അപ്പോൾ ഞാനും പിള്ളേരും മാത്രം അമ്മയുള്ളൂ. അപ്പോൾ പിറ്റേ ദിവസം ഞായറാഴ്ച നമുക്കറിയാം, കുഞ്ഞുങ്ങളെ കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഒരു ഭയങ്കര ബഹളമായിരിക്കും. ഞാൻ ആദ്യം ഉപ്പും തേനും കൊടുത്തു, അത് മാറിയില്ല. ഞാൻ പിന്നെ ഒരു പ്രതീക്ഷയാണ് പ്രാർത്ഥന ചെയ്യൽ. ഞാൻ ആ കവിളിലും തൊണ്ടയിലൊക്കെ ആയിട്ട് പുരട്ടി പ്രാർത്ഥിച്ചു. അത് അവളെ ഭക്ഷണം കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അതെല്ലാം മാറിപ്പോയി. എന്നാൽ സാക്ഷ്യം പറഞ്ഞേക്കാവുന്ന നേരത്തിൻ്റെ പേരിലാണ്. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ സാക്ഷ്യം പറഞ്ഞേക്കാവുന്ന അതിൻ്റെ പേരിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ഇനിയും ഉടമ്പടിയിൽ തന്നെ ഞാനും എൻ്റെ കുടുംബവും ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് സിനി ജെയിംസ്. ഞാൻ എറണാകുളം ജില്ല പൂയംകുട്ടി ഇടവങ്കമാണ്. ഞാൻ 2022 ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ സഹോദരി വഴിയാണ് ഞാൻ പരിശുദ്ധ അമ്മയെക്കുറിച്ച് അറിയുന്നത്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ തന്നിട്ടുണ്ട്. ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും എനിക്ക് എൻ്റെ മൂത്ത കുട്ടി, ഞാൻ ഉടമ്പടി എടുക്കുമ്പോൾ മൂത്ത കുട്ടിക്ക് 2.25 വയസ്സായിരുന്നു. അവൾ അധികം സംസാരിച്ച് തുടങ്ങിയില്ല. പപ്പ അമ്മ എന്ന് മാത്രമേ പറയുന്നുണ്ടായിരുന്നുള്ളൂ. ഉടമ്പടി എടുത്ത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ അവൾ സംസാരിക്കാൻ തുടങ്ങി. ഉടമ്പടി തൈലം നാവിൽ പുരട്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതിന് ഫലമായി അവൾ നന്നായിട്ട് സംസാരിക്കാൻ തുടങ്ങി. രണ്ടാമതായിട്ട് എനിക്ക് രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടി വെച്ചിരുന്നു. യോഗത്തിൽ ആദ്യത്തെ ഉടമ്പടിയിൽ തന്നെ വെച്ചിരുന്നു. പിന്നീട് അച്ഛൻ പറഞ്ഞ പോലെ ഒരു തവണ വെച്ചാൽ പിന്നെ വെക്കണ്ടെന്ന് പറഞ്ഞതുപോലെ ഞാൻ മാതാവിന് സമർപ്പിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് 2024 ഞാൻ ജപമാല റാലിയിൽ ഞങ്ങൾ പങ്കെടുത്തിരുന്നു. അതിനുശേഷം ആ മാസം തന്നെ ഞാൻ ക്യാരിങ് ആയി. ഒക്ടോബർ മാസം തന്നെ ക്യാരിങ് ആയി. മാതാവിൻ്റെ മാസത്തിൽ തന്നെ ക്യാരിങ് ആയി. അതിനുശേഷം 16/6/2025 എനിക്കൊരു മോളെ നൽകി അനുഗ്രഹിച്ചു. ഈശോയ്ക്കും മാതാവിനും കൊടാനുകൂടി നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനം, കാരുണ്യപ്രവർത്തികളും ഞാൻ പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ 90 ദിവസങ്ങളിലാണ് കൂടുതലായിട്ട് ഞാൻ ചെയ്തേക്കുന്നത്. അതിനുശേഷം എനിക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിന് ഈശ്വരൻ മാതാവിനെ ഞാൻ മാപ്പ് ചോദിക്കുന്നു. ആത്മീയ ജീവിതത്തിൽ ബൈബിൾ വായനയുണ്ട്. പിന്നെ ഞായറാഴ്ചകളിൽ കുർബാനയ്ക്ക് പങ്കെടുക്കാറുണ്ട്. പറ്റുന്ന ഇടദിവസങ്ങളിലും പങ്കെടുക്കാറുണ്ട്. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. അഭികാമ്യമായ ദാനമാണ് എനിക്ക് അളന്നു കിട്ടിയിരിക്കുന്നത്. വിശിഷ്ടമായ അവകാശം എനിക്ക് ലഭിച്ചിരിക്കുന്നു. സങ്കീർത്തനം 16:6. ദൈവം നമുക്ക് നൽകിയ ജീവിതവും അനുഗ്രഹങ്ങളും ഏറ്റവും മികച്ചത് സന്തോഷകരവുമാണ്. ഈശോയും അമ്മയും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഏറ്റവും മനോഹരമായ ഭാഗം നമുക്ക് അവകാശമായി ലഭിക്കുമെന്നുള്ളതാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നാം കാണുന്നത്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ അവരുടെ ജീവിതത്തിൽ കഷ്ടതയായാലും ദുഃഖമായാലും എവിടെയും ധൈര്യവും ഒരു സന്തോഷവും അവർ കണ്ടെത്തും എന്നതാണ് രാജേഷ് എന്ന മകനും സിൻഡോ എന്ന മകളും നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. ദൈവത്തിലുള്ള സമ്പൂർണ്ണമായ ആശ്രയവും അവിടുന്ന് നൽകുന്ന ജീവിതത്തിലെ അനുഗ്രഹങ്ങളും യേശുവിലുള്ള നിത്യരക്ഷയുമാണ് അവർ സാക്ഷ്യത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചത്. ആദ്യം പറഞ്ഞത് രാജേഷിൻ്റെ ഫസ്റ്റ് സ്റ്റേജിലുടനെ കിഡ്നി ഡിസീസായിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ആദ്യമൊക്കെ ഭയപ്പെട്ടുവെങ്കിലും പിന്നീട് വിശ്വാസത്തോടെ അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇവിടെ പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടി.
തിരിച്ചു പോയി. വീണ്ടും ടെസ്റ്റ് ചെയ്തപ്പോൾ ആ കിഡ്നിയുടെ ഡിസീസ് ഒന്നും ഇല്ല എന്നാണ് കണ്ടെത്തിയത്. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ജോസഫ് അച്ഛൻ ആണ് കണ്ടത്. ജോസഫ് അച്ഛന് വലിയ അനുഗ്രഹം ലഭിച്ചതാണ്. ആ അനുഗ്രഹത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്, അതിൻ്റെ ഒരു പങ്കാണ് അച്ഛൻ്റെ പ്രാർത്ഥനയിലൂടെ, അച്ഛൻ്റെ ജീവിതത്തിലൂടെ നമുക്കും കൈമാറുന്നത്. അതിൽ ഈ അനുഗ്രഹം ഈ മകന് രോഗസൗഖ്യമായി ഈ മകന് ലഭിക്കുവാൻ സാധിച്ചു. പിന്നെ ചെസ്റ്റിലുണ്ടായിരുന്ന ഒരു മുഴ, അത് ഈ മകൻ ഉടമ്പടി വസ്തുക്കൾ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയിൽ വിശ്വാസം അർപ്പിച്ച് ഈശോയുടെ രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിച്ചു. നമ്മുടെ ഓരോ കാര്യങ്ങളും വിശ്വാസത്തോടെ വിശ്വസ്തയോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കണ്ണീരെല്ലാം ഒപ്പിത്തന്ന് നമ്മുടെ പ്രാർത്ഥനയെല്ലാം ഈശോയുടെ അരികിലേക്ക് കൊടുക്കുന്നതാണ് പരിശുദ്ധ അമ്മ. അമ്മയുടെ മാധ്യസ്ഥം വഴിയാണ് നമുക്ക് ഈ രോഗസൗഖ്യങ്ങളെല്ലാം ലഭിക്കുന്നത്. പിന്നെ ഉണ്ടായിരുന്നത് ഈ മകളുടെ പ്രശ്നമായിരുന്നു, ബയോലാറ്ററൽ പോളിസിസ്റ്റിക് ഓവറിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. അതും ഇതുപോലെ തന്നെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഈ മകൾക്ക് ആ രോഗസൗഖ്യം ലഭിച്ചത്. വിശ്വാസത്തോടെ നമ്മൾ യാചിക്കുന്ന എന്തും, കണ്ണീരോടെ വിലാപത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തും ഈശോയും അമ്മയും നമ്മുടെയൊക്കെ തരുന്നതാണ്. അത് നമ്മൾ ഈ ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ, ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. പിന്നീടുണ്ടായിരുന്ന 10 വർഷം ഇവർ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. ഒരു ഭവനത്തിന് വേണ്ടി ആഗ്രഹിച്ചു. സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ ഇടയിൽ ഒരു ഭവനം നിർമ്മിക്കുക എന്നൊരു സ്വപ്നം മാത്രമായിരുന്നു. ഇവിടെയും സമയചുരുക്കത്തിൻ്റെ അമ്മ 10 വർഷം പറ്റാത്ത കാര്യമാണ്. ഉടമ്പടി എടുത്ത ഉടനടി ഈ മക്കൾക്ക് ഒരു ഭവനം ഉണ്ടാക്കുവാൻ സാധിച്ചത്. അതും ഈ മകൻ പറഞ്ഞ പോലെ ഇത്രയും വർഷം കൺസൾട്ടൻസി വർക്ക് ചെയ്തു. പക്ഷേ ഉടമ്പടി എടുത്തതിൽ പിന്നെ പെട്ടെന്നാണ് വർക്കിൽ പ്രോഗ്രസ്സായി. പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം പരിഹരിച്ചപ്പോഴാണ് ഈ മകന് ഒരു ഭവനം ഉണ്ടാക്കാൻ സാധിച്ചത്. ഇതൊക്കെയാണ് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയെല്ലാം കേൾക്കുന്ന ഒരു ഈശോയാണ് ഇവിടെ, ഒരു ദൈവമുണ്ട് നമുക്കിവിടെ. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം നമ്മുടെ പക്കൽ നിന്ന് ഈശോയുടെ പക്കലേക്ക് കൊണ്ടുപോകുന്ന, മധ്യസ്ഥം വഹിക്കുന്ന ഒരു അമ്മയാണ് ഈ ആലയത്തിലുള്ളത്. നമുക്ക് നമ്മുടെ ഓരോ കാര്യങ്ങളും വിശ്വാസത്തോടെ സത്യസന്ധതയോടെ നമുക്കും നമ്മുടെ ഉടമ്പടി ജീവിതം നിബന്ധനകൾ പാലിച്ച് മുന്നോട്ട് നയിക്കാം. അമ്മയുടെ ജീവിതത്തിൽ ദൈവമാതാവായി ദൈവം തിരഞ്ഞെടുക്കുമെന്ന് അമ്മയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയൊരു അവകാശമാണ്. നമുക്കും ആ അവകാശത്തിൽ പങ്കാളികളാണ്. അമ്മയുടെ ജീവിതത്തിലെ അതിരുകൾ അഥവാ ജീവിത പരിപാടികളെല്ലാം ദൈവഹിതമനുസരിച്ചായിരുന്നു. അതെല്ലാം മനോഹരമായി ദൈവം ക്രമീകരിച്ചു കൊടുത്തു. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും അഭികാമ്യമായ ദാനമാണ് നമുക്ക് വളർന്നു കിട്ടിയിരിക്കുന്നത്. വിശിഷ്ടമായ അവകാശം നമുക്ക് ലഭിച്ചിരിക്കുന്നുണ്ട്. അത് ഉടമ്പടി ജീവിതത്തിലൂടെയാണ്. ആ ജീവിതം ഭക്തിയോടെ നയിക്കുവാൻ ഈശോയും അമ്മയും നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ മകൾക്കും കുടുംബത്തിനും ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നമുക്ക് നന്ദി പറയാം. പിന്നെ സിൻഡോയുടെ കുടുംബത്തിൽ ഈ മകളുടെ 2 വയസ്സായെങ്കിലും മകൾക്ക് സംസാരിക്കാൻ കഴിവില്ലായിരുന്നു. ആ മകളും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഈ കൊച്ചുമകൾ സംസാരിക്കാൻ സാധിച്ചത്. പിന്നെ ഒരു 2ാമത്തെ കുട്ടിക്ക് വേണ്ടി 5 വർഷം അവർ കാത്തിരുന്നു. കാരണം പ്രായത്തിൻ്റെ പ്രശ്നങ്ങളും. ഇപ്പോൾ 1ാമത്തെ കൊച്ചു കഴിഞ്ഞ് 5 വർഷം അവർ കാത്തിരിക്കേണ്ടി വന്നു. അതിന് ശേഷമാണ് ഈ 2 ചേച്ചിയും അനിയത്തിയും ഉടമ്പടിയിൽ നിയോഗമായി സമർപ്പിച്ചതിൻ്റെ ഫലമായിട്ടാണ് 5 വർഷം കഴിഞ്ഞിട്ട് ഈ 2ാമത്തെ കുട്ടി സാൻഡ്ര ഉണ്ടായത്. അതും ദൈവത്തിൻ്റെ ഒരു വലിയ ഒരു അനുഗ്രഹമാണ്. കാരണം നമുക്ക് മെറിറ്റില്ലാന്ന് തോന്നുമ്പോഴും 5 വർഷം വരെ പല രീതിയിലും ശ്രമിച്ചു, ട്രീറ്റ്മെൻറ്റ് ചെയ്തുവെങ്കിലും അതൊന്നും ഫലിക്കാതായപ്പോഴാണ് പരിശുദ്ധ അമ്മയുടെ അരികിലെത്തി. പറ്റാത്ത സാധ്യങ്ങൾ, ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുന്ന പോലെ അസാധ്യമായെന്ന് കരുതുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ഉടമ്പടിയിൽ നിയോഗമായിട്ട് സമർപ്പിക്കുന്നത്. നമ്മുടെ എല്ലാ മെറിറ്റും പോയി കഴിയുമ്പോഴാണ് ഈശോയും അമ്മയും നമ്മുടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുന്നത്. അങ്ങനെ ഇവർ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ കുഞ്ഞ് സാൻഡ്ര പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് എത്തിയത്. ഈ 2 കുടുംബത്തിനും, രാജേഷിൻ്റെ കുടുംബത്തിനും സിൻഡോയുടെ കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.